കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം പുറപ്പാട് പുസ്തകം 34 അധ്യായം 6-7 വചനം. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരങ്ങൾക്ക് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. പഴയ നിയമ കാലഘട്ടമാണ്. അത്യുന്നതനായ ദൈവത്തെ യഥാർത്ഥമായി അറിയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവം ആരാണ്? കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരങ്ങൾക്ക് ദയ പാലിക്കുന്നവൻ. ഇവിടെ അകൃത്യവും അതിക്രമങ്ങളും പാപവും ക്ഷമിക്കുന്നവനാണ്. കുറ്റമുള്ളവനെ വെറുതെ വിടാത്തവൻ. എന്നാൽ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ സ്വയംഭൂവായ സൃഷ്ടാവായ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അഖിലാണ്ടത്തിലെ സർവചരാചരങ്ങളും ഉരുവാക്കിയവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് പറയാണ്, നിന്റെ അകൃത്യവും പാപവും നിന്റെ തലമുറ അല്ല, 2-3 തലമുറ വരെയും ആ ശാപബന്ധനങ്ങൾ തുടരുമെന്ന്. യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ സന്ദേശം കർത്താവ് നമ്മോട് പറയുന്നത്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരുടെ ശാപം വാങ്ങിയെടുക്കരുത്. മറ്റുള്ളവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവരുടെ ശാപം വാങ്ങിയെടുക്കരുത്. ശാപം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കരുത്. ആ പാപം നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെ മേലും ഉണ്ടാകാൻ ഇടവരും. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, യേശു പറയാണ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ വേഗം രമ്യതപ്പെട്ടോളാം, വേഗം ക്ഷമിച്ചോണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ തെറ്റ് നിങ്ങളുടെ തലമുറയിലേക്ക് പകരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ശാപം മൂലം അനേകം കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ശാപങ്ങളെ വഹിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ശാപം മാറിപ്പോകും. ശാപം മാറിപ്പോകുമെന്ന് പറഞ്ഞെങ്കിലും പ്രിയമുള്ളവരെ ഓർക്കണം, മറ്റുള്ളവരുടെ ഹൃദയത്തിന് മുറിപ്പെടുത്തിയാൽ, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിലോ അത് തലമുറയായി ആ ശാപം കടന്നു വരും. ഇങ്ങനെ ശാപത്തിന്റെ ബന്ധനം കടന്നു വരാത്ത വണ്ണം ക്രിസ്തുയേശുവിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായി രമ്യതപ്പെട്ട് വേണം നമ്മൾ യേശുവിന്റെ കൂടെ ജീവിക്കാൻ. ആ മഹത്വവും ആ ദൈവത്തിന്റെ കൃപയും നമ്മൾ അനുഭവിക്കട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.